പക്ഷേ ഭയങ്കര തണുപ്പാ. ഇന്നലെ മൈനസ് വരെയൊക്കെ പോയിട്ട് ഞാൻ കാനഡയ്ക്കൊക്കെ മൂവിന് വിചാരിച്ചു പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ പോയി. ഹലോ എവരിവൺ, ഹലോ, വെൽക്കം ടു ട്രാവൽ ടേപ്സ്. എക്സ്പ്ലോർ ഇന്ത്യ 2024 മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രം പാങ്കോങ് ലേക്ക്. യെസ്, ഇൻക്രെഡിബിൾ പാങ്കോങ് ലേക്ക്. യെസ്. ഞങ്ങളുടെ മുഖത്തൊക്കെ നല്ല സ്മൈൽ കാണാം. സോ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ലൊക്കേഷൻ. യെസ്, അപ്പോൾ പാങ്കോങ്ങിലേക്കും മറ്റു വിശേഷങ്ങളും കാണാം ഇന്നത്തെ എപ്പിസോഡിൽ. സ്റ്റേ ട്യൂൺഡ്. പാങ്കോങ് ലേക്കിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റേ. ഗോഗ്മ റെസിഡൻസി. അവിടെ അങ്ങനെ കയറി വന്നാൽ ഇവിടെ അങ്ങനെ 1, 2, 3, 4 അങ്ങനെ 5 റൂംസ് ഉണ്ട്. അഫോർഡബിൾ റേറ്റാണ്. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും. അന്ന് ഒരു കാര്യം പറയണം കേട്ടോ, ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫുഡ് അടിപൊളിയാണ് ഇവിടുത്തെ. നല്ല ഫുഡാണ് അവർ ഉണ്ടാക്കി തന്നെ. ഇതാണ് നമ്മുടെ ചേട്ടൻ. भाई आपका नाम? ललित. मेरा एक छोटा यूट्यूब चैनल है, इसलिए थैंक यू सो मच. The stay was amazing and the hospitality was amazing. Only one thing is the problem, this rasta. Yeah, food was also very nice. Thank you. സോ അതാണ് നമ്മുടെ ചേട്ടൻ. പുള്ളി ഉള്ളിൽ വേറെ ചേട്ടൻ കൂടെ ഉണ്ട്. അടിപൊളിയായിരുന്നു സ്റ്റേ ഒക്കെ. നല്ല നമ്മൾ ഗൂഗിൾ ആക്ച്വലി നല്ല റിവ്യൂസ് കണ്ടിട്ട് തന്നെയാണ് വന്നത്. അടിപൊളി സ്റ്റേ എല്ലാം അഫോർഡബിൾ ആണ്. ഹോസ്പിറ്റാലിറ്റി അടിപൊളിയാണ്. ഓണസ്റ്റ് റിവ്യൂ ആണ് കേട്ടോ. നമ്മൾ നമ്മുടെ ഹോം സ്റ്റേ അല്ല കോട്ടേജ് സ്റ്റേന്ന് പാങ്കോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റേ ഒക്കെ അടിപൊളിയാണ്, പക്ഷെ സ്റ്റേക്ക് പോകേണ്ട റൂട്ട് ഭയങ്കര മോശമാണ്. കാണാൻ ലേക്ക് നമുക്ക് സ്കൈയും ലേക്ക് ഒരേ കളറല്ലേ. അതിന്റെ കൂടുതൽ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് മഞ്ഞുമലകളൊക്കെ കാണാം. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇതിന്റെ എന്താണ് ഫോട്ടോ പോയിന്റിലേക്കൊക്കെ പോവാണ്. ഇത് കുറേ ഏരിയാസ് ഉണ്ട്. മറ്റേ 3 ഇഡിയറ്റ്സിന്റെ വന്നതിന് ശേഷമാണ് ഈ സ്ഥലം അത്രയും ഫേമസ് ആയത്. അപ്പൊ അവര് ഷൂട്ടിങ്ങിന്റെ സ്പെസിഫിക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചെയറില്ലേ, ചെയറിന്റെ കുറെ സാധനങ്ങള്, പിന്നെ സ്കൂട്ടർ ഉണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാങ്കോങ് ലേക്കിന്റെ തീരെ മറ്റേ മലമ്പുഴ ഡാമിന്റെ സൈഡിലൂടെ പോകണമില്ലേ? ഓടാ, നീ മലമ്പുഴ ഡാമിൽ വെച്ച് കണ്ടുപോയാലും നല്ല രസമുണ്ട്. ഇത് സോൾട്ട് ലേക്കാണ്, അറിയോ? അതുകൊണ്ടാണ് ഇതിൽ മീനൊന്നും ഇല്ലത്. പിന്നെ കുളിക്കാനും പറ്റില്ല, കാരണം ഭയങ്കര വെള്ളത്തിന് അത്രയും എന്തോ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ദിസ് ഇസ് ഷെയർഡ് ബൈ ചൈന ആൻഡ് ഇന്ത്യ. പക്ഷെ എവിടെയാണ് ബോർഡർ എന്ന് എനിക്ക് മനസ്സിലായില്ല. നോക്കി കാണാമെന്ന് പറഞ്ഞത്. രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻ. നമ്മൾ നമ്മുടെ നോയൊക്കെ പാർക്ക് ചെയ്തു. To visit the incredible Pangong Lake. ഒന്നും പറയാനില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു സൈഡ് മഞ്ഞുമല, ബ്ലൂ സ്കൈസ് ആൻഡ് ബ്ലൂ വാട്ടർ. അതിന് ചുറ്റും നല്ല അടിപൊളി മലകൾ. പിന്നെ കാണാൻ നമ്മുടെ 3 ഇഡിയറ്റ്സിൻ്റെ സെറ്റപ്പൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ. ഇപ്പം ഇത് ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ ലേക്ക് ഓപ്പൺ ആവുന്നത് അവർ നമ്മൾ താമസിച്ചവർ പറഞ്ഞത് ഏപ്രിൽ മെയ് ടു സെപ്റ്റംബർ ഒക്ടോബർ ആണ്. അത് കഴിഞ്ഞത് ഇത് ക്ലോസ് ആവും ഈ ലൊക്കേഷൻ. കാരണം അത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് മഞ്ഞും ഈ ലേക്ക് വരെ ഫ്രീസ് ആവുമെന്നാണ് പറഞ്ഞത്. ജനുവരി ടു ഓൾമോസ്റ്റ് മാർച്ച് ഏപ്രിൽ വരെ. എവിടെ ക്യാമറ വെച്ചാലും ഫ്രെയിമാണ് കേട്ടോ. ഇവിടെ 3 ഇഡിയറ്റ്സിലെ കുറേ സ്കൂട്ടേഴ്സും കുറേ ഷെയറൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നലെ
എനിക്കിപ്പോ ഒരു കോട്ട് ഓർമ്മയായിരുന്നു, ബാഡ് റോഡ് ലീഡ്സ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻസ്. ഇവിടെ മൊത്തത്തിലൊരു വേറെ മണമില്ലേ? നമ്മുടെ വണ്ടി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു മണം കിട്ടില്ലേ? ആ ഒരു മണല്ലേ മൊത്തത്തില്? അപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഇന്നലെ ഞങ്ങൾക്ക് ഭയങ്കര ടയർഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് സം പോയിന്റ് തോന്നിയത് ഈശ്വര വേണ്ടിയിരുന്നില്ല ഇത്ര ദൂരെ വരേണ്ടത്, കാരണം കുട്ടു നമ്മുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇത് കാണുമ്പോ ഇറ്റ്സ് വർത്ത് റൈഡ്. ഇന്നലെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട റോഡിൽ കൂടെയൊക്കെയാണ് റൈഡ് ചെയ്ത് വന്നത്. കളറുണ്ട് ഓരോ വേറെ ശീലമാണ്. നമുക്ക് അവിടെ മഞ്ഞ് കാണാം, ബ്ലൂ ലൈക്ക് ബ്ലൂ സ്കൈ, എല്ലാം അടിപൊളി. നമ്മളവിടെ 3 Idiotsന്റെ സ്കൂട്ടറിനും ചേർന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. സ്കൂട്ടറിൽ ഒരാൾ 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മറ്റേ ചെയറിൽ 3 പേർക്ക് ഇരിക്കാൻ 100 രൂപ. പക്ഷെ ഇത് നല്ല രസം. ഈ വെള്ളത്തിൻ്റെ ഇത് നോക്കി, വാ, വെള്ളം എന്തൊരു ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നറിയോ? എന്ത് ഓ, അടിയിലെ കല്ലുകളൊക്കെ നോക്ക്. വാ, അപ്പൊ ഞങ്ങള് പാങ്കോങ് ലേക്ക് ഒക്കെ കണ്ട് ഇറങ്ങി. വി ആർ ഗോയിങ് ടു മണാലി ഡ്രൈവ് ഇസ് 2 days. ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പാങ്കോങ് ലേക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാഡ് റോഡ്സ് ലീഡ്സ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻസ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. വെള്ളമൊക്കെ എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് അറിയാം. ബ്ലൂവിന്റെ പല പല ഷെയ്ഡുകൾ കാണാം. ഇന്നലെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആക്ച്വലി എക്സൈറ്റഡ് ആയിരുന്നു. അതിന്റെ ഇടയിൽ എക്സൈറ്റ്മെന്റ് കുറഞ്ഞു. ഇതൊരു റോങ് ഡിസിഷൻ ആയോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും കഴിഞ്ഞു. പക്ഷെ ഇന്ന് രാവിലെ ലേക്കിലെത്തിയപ്പോ ഓൾ സെറ്റ് പഴയ രാത്രിയിലേക്ക് എത്തി. ഞാൻ ഇന്നലെ രാത്രി മറ്റേ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് അടിച്ചടിച്ചടിച്ച് ഇന്ന് രാവിലെ എണീക്കാൻ വയ്യായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോ എല്ലാം ചാർജായി, ഫോട്ടോസ് ഒക്കെ എടുത്ത് എല്ലാം സെറ്റായി. അപ്പോ യാ, അപ്പൊ നമ്മൾ ഓൺ ദ വേ ടു പാങ്കോങ്. ഇങ്ങനെ സൈൻ ബോർഡൊക്കെ കാണാം. അതിനകത്ത് ലുക്കുങ് മൻ ചൂസൽ സോ എന്തൊരു സാധനം അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് അറിയില്ല ടിബറ്റനാണോ ചൈന ബോർഡറിലേക്കുള്ള സൈൻ ബോർഡാണോന്ന്. അപ്പോൾ ഏതൊക്കെ വീഡിയോയിൽ കണ്ടിരുന്നു. നമ്മൾ പാങ്കോങ്ങിലേക്ക് പോകുമ്പോൾ ചൈന സൈൻ ബോർഡ്സ് ഒക്കെ കാണുന്നു. എന്തല്ലേ പശു തന്നെ, ചെമ്മീനാണ്ട് പോലെ രോമങ്ങള്. ഇവിടെ നിറയെ മെയിന്ന്. ഓ, ആ മുകളിൽ ആ മലകള്, താഴെ പച്ചപ്പ്, അതിലിങ്ങനെ മെയിന്ന ചാക്ക്. ഈ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നതാണ് ലേയിൽ നിന്ന് അനാങ്ങിലോട്ടുള്ള ബസ് റൂട്ട്. ഗവൺമെന്റ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ബസ്സാണത്. നോക്കിയാറോ നിറയെ ആർമിക്കാരെ വന്നല്ലേ, ഫുൾ അവരെ ലഗേജ് ആണ്. ഡെയിലി ഇങ്ങ് ഓടിക്കുന്ന ഏട്ടനെ സമ്മതിക്കണം. ഇപ്പൊ ഈ റോഡ് വലിയ കുഴപ്പമില്ല, വീതി ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അതിനെ കളിക്കാൻ നമ്മളും കൊണ്ടായിട്ടില്ലേ. സംഭവം റോഡൊക്കെ നല്ല റോഡാണ്, പക്ഷെ വീതി ഇല്ല. അതുകൊണ്ട്
പോകുന്നുണ്ട്. ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ സൈഡ് തുറക്കാൻ കുറച്ച് പണിയാണ്. നമ്മുടെ ഫ്രണ്ടിലൊരു ആർമിയുടെ കോഴമ്പഴി പോകുന്നുണ്ട്. ഒരുപാട് പോകുന്നത് ആ ഫ്രണ്ടിലൊക്കെ ഫുൾ ആർമിയുടെ വണ്ടി, ആർമിയുടെ ആംബുലൻസ്, ആർമിയുടെ വാട്ടർ ടാങ്ക്. ലേ 95. നമ്മളങ്ങനെ വീണ്ടും മല കയറി താഴെ നിന്ന് വീണ്ടും 17,482 അടി മുകളിലെത്തിയിരിക്കുകയാണ്. തങ്ക്ലങ്ല പാസ്. ഇവിടെ നിറയെ ടിബറ്റൻ ഫ്ലാഗൊക്കെ കാണാം. മണാലി ഇവിടെ നിന്ന് 364 കിലോമീറ്റർ. ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്ന. ഇവിടെ ഇതൊന്നും ഇറങ്ങാൻ വയ്യാത്തോണ്ടാണ്. ഇവിടെ നമുക്ക് കാണാം ഹയസ്റ്റ് കഫേ ഓൺ NH3. നമ്മളിപ്പോൾ ഉള്ളത് ലേ മണാലി റോഡിൽ മെയിൻ മാർക്കറ്റ് കറു. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു. നോർമൽ ഫുഡ് തന്നെ, റൊട്ടി, റൈസ്, വെജ് കറി. കൂടുതലായിട്ടൊന്നുമില്ല, നോർമൽ ഫുഡ്, നോർമൽ ടേസ്റ്റ്. നമ്മൾ മിക്കവാറും മണാലി പിടിക്കാനുള്ള പ്ലാനാണ്. ഒരു 10 hours ഡ്രൈവാണ്. കാരണം നല്ല ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ അത്രയും ലോ ടെമ്പറേച്ചറിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് മണാലി പോയിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒറ്റ സ്ട്രെച്ച് പ്ലാൻ. അപ്പോൾ ഫുള്ളി 10 hours ഉണ്ടാവും. ഫുള്ളി 11 മണി 12 മണി ആകുമ്പോഴേക്കും എത്തുന്നതാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് NH3 ലേ ടു മണാലി ഹൈവേ. മാപ്പ് കാണിക്കുന്നത് 10 മണിക്കൂറാണ്. അതായത് 1:10 നമ്മൾ എത്തുന്നതാണ് പറയുന്നത്. നമുക്കവിടെ റൂമൊക്കെ ഓൾറെഡി സെറ്റാണ്. അതുകൊണ്ട് നേരെ പോകുന്നു, സെറ്റാക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് പാങ്കോങ്ങിലേക്കെന്ന്. പാങ്കോങ്ങിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് നേരെ കാറു എത്തുന്നു. കറുവിൽ നിന്ന് നേരെ പാങ്ങിൽ നിന്ന് നേരെ ഗാട്ടാ ലൂപ്സ് വഴി, അതായത് ഫേമസ് ഗാട്ടാ ലൂപ്സ് വഴി ഇറങ്ങി സർച്ചു എത്തി. സർച്ചുവിൽ നിന്ന് ദർച്ച, കീലോങ് വഴി മണാലി. ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂട്ടിന്റെ ഒരു ഏകദേശ പ്ലാൻ. പോകുന്ന വഴിക്കാണെന്നാണ് ഫുള്ള് ചെമ്പരിയാടുകൾ. കുറേ ഉണ്ട് കേട്ടോ, അങ്ങ് ദൂരം വരെ ഉണ്ട്. അപ്പോൾ നമ്മളീ പോകുന്ന റൂട്ട് ഇത് വിൻ്ററിൽ ക്ലോസ്ഡ് ആയിരിക്കും. സമ്മറിൽ മാത്രമാണ് ഈ റൂട്ട് അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇത് നിങ്ങൾ മഞ്ഞുകാലത്താണ് വരുന്നതെന്നെങ്കിൽ ഈ ഒരു വഴി കൂടെ ഒന്നും പോകാൻ പറ്റില്ല. നമ്മൾ പാങ്കോങ്ങിലേക്ക് പോകാൻ പറ്റില്ല. പാങ്കോങ്ങിൽ നിന്ന് പോവുകയാണെങ്കിൽ തന്നെ അവിടെ നിന്ന് നേരെ ശ്രീനഗർ പോയി അവിടെ നിന്നാണ് നമുക്ക് മണാലി പോകാൻ പറ്റുള്ളൂ. മഞ്ഞുകാലത്ത് ഈ സ്ഥലങ്ങളെല്ലാം ഫുൾ വെള്ള കളറിലായിരിക്കും. ഈ റോഡെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ഷോ എന്തായിരിക്കും അല്ലേ. ഞങ്ങളുടെ ഈ ട്രിപ്പിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള 2 ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നലെ കണ്ടിട്ടുണ്ടാവും ഇന്നലത്തെ റോഡുകളും അതിൻ്റെ അവസ്ഥയും. ഇന്നിനി കാണാൻ പോകുന്നതും അത് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ഭയങ്കര റിസ്കി ആയിട്ടുള്ള റോഡ് കൂടെയാണ് ഇന്ന് പോകുന്നത്. പാങ് കഴിഞ്ഞു. പാങ് ഒരു ചെറിയ സിറ്റിയാണ്. പക്ഷെ റോഡ് കണ്ടല്ലേ, റോഡെല്ലാം നാശമാണ്. കുറച്ച് നല്ല റോഡായിരുന്നു. ഇപ്പം അങ്ങോട്ട് കുറച്ച് ഫുള്ള് മോശം റോഡാണ്, ഓഫ് റോഡാണ്. റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ. ബൈക്ക് കൊണ്ട് വരുന്ന ഒരു സമ്മതിച്ചാൽ പറ്റുന്നില്ലേ.
പൊടി, തണുപ്പ്. ഈ റോഡുണ്ടല്ലോ, ഇവിടെ ടാറൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിൽ ഇടിഞ്ഞു വീഴാവുന്ന മലകളും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ താഴോട്ട് പോകുന്ന അഗാധമായ കൊക്കയും. റോഡിനാണെങ്കിൽ 2 വണ്ടികൾക്ക് കടന്നു പോകാനുള്ള കഷ്ടിച്ചുള്ള വീതിയേ ഉള്ളൂ. റിസ്കിയസ് റോഡ്, എൻ്റെ അമ്മ. അങ്ങനെ ആ ഡേഞ്ചറസ് റോഡ് കഴിഞ്ഞ് പിന്നീട് എത്തിയത് ഇതേ ഇവിടെയാണ്. ഇതാണ് ദ ഫേമസ് ഗാട്ടാലോപ്സ്. നമ്മൾ ഗാട്ടാലോപ്സ് എത്തിയപ്പോൾ രാത്രിയായി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചുരംപാതയാണ് ഗാട്ടാലോപ്സ്. ഇവിടെ അതിനു പുറമെ പേടിപ്പിക്കുന്ന ഒരു പ്രേതകഥയുണ്ട്. ഗാട്ടാലോപ്സിൽ പ്രേതം എങ്ങനെ വന്നു എന്ന് വിവരിക്കുന്നൊരു കഥയുണ്ട്. ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒക്ടോബർ മാസത്തിൽ നിറയെ ചരക്കുമായി ഒരു ട്രക്ക് ഈ വഴി വന്നത്രേ. മലയിടക്കിൽ നിന്നും വന്ന് കടത്തിവിട്ട അവസാനത്തെ വണ്ടി ഇവരുടെ ട്രക്കായിരുന്നു. യാത്രാമധ്യേ അപ്രതീക്ഷിതമായി മഞ്ഞ് വീഴുകയും അവർ കുടുങ്ങി പോവുകയും ചെയ്തു. ക്ലീനർ അസുഖം മൂലം തകർന്നിരുന്നതിനാൽ ഡ്രൈവർ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക് വണ്ടി നന്നാക്കാൻ ആളെ അന്വേഷിച്ചു പോയി. എന്നാൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അത്ര രീതിയിലുള്ള മഞ്ഞുവീഴ്ച കാരണം ഡ്രൈവർക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ലോറിയുടെ അടുത്തെത്താൻ കഴിഞ്ഞു. ലോറിയുടെ അടുത്തെത്തിയപ്പോൾ കനത്ത മഞ്ഞുവീഴ്ചയിൽ തണുപ്പും വിശപ്പും കാരണം ആ പാവം ക്ലീനർ മരിച്ചു കിടക്കുന്നതാണ് ഡ്രൈവർ കാണുന്നത്. പിന്നീട് വണ്ടി നന്നാക്കാൻ വേണ്ടി ഡ്രൈവർ ക്ലീനറെ കൊണ്ട് തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ ആ ക്ലീനറെ സംസ്കരിക്കുകയും ചെയ്തു എന്നാണ് കഥ. പിന്നീട് വഴി തുറന്നപ്പോൾ ഇതുവഴി കടന്നുപോയ വാഹനങ്ങൾക്ക് നേരെ യാചകൻ എന്ന് വന്നിക്കുന്ന ഒരാൾ വെള്ളം ആവശ്യപ്പെട്ട് കൈനീട്ടാൻ തുടങ്ങി. വെള്ളം കൊടുക്കുന്നവരെയും അല്ലാത്തവരെയും ആക്ഷേപിച്ചിരിക്കുന്ന ഇയാൾ അന്ന് മരിച്ച ക്ലീനർ ആയിരുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ചിലരിൽ നിന്നും തണുപ്പ് മാറ്റാൻ ഇയാൾ സിഗരറ്റും ചോദിക്കുമത്രേ. അങ്ങനെ കുറേ ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ച് അദ്ദേഹത്തെ അവിടെ കുടിയിരുത്തിയെന്നാണ് വിശ്വാസം. എന്നാൽ ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്ന വിശ്വാസികളെല്ലാം ഈ സ്ഥലത്തെത്തുമ്പോൾ ഒരു കുപ്പി മിനറൽ വാട്ടർ ഇവിടെ കൊടുത്തിട്ടാണ് അത്രേ പോവുക. തങ്ങളുടെ തുടർന്നുള്ള യാത്രകളിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ പോയി വരാനാണ് ഇതെന്നാണ് വിശ്വാസം. അങ്ങനെ വിശ്വാസം എന്തൊക്കെയാണെങ്കിലും ഈ വഴിയിലൂടെയുള്ള യാത്ര ഉണ്ടല്ലോ, അത് ഭയാനകം തന്നെയാണ്. പ്രത്യേകിച്ച് രാത്രി. ലേ മണാലി ഹൈവേയിൽ ലേ കഴിഞ്ഞാൽ പിന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് പാങ്ങും, പിന്നെ ഒന്ന് സർച്ചോണാണ്. രാവിലെ പാങ്കോങ്ങിൽ നിന്ന് ഇറങ്ങിയോണ്ട് എങ്ങനെയെങ്കിലും രാത്രി ഓടി മണാലി എത്താനായിരുന്നു പ്ലാൻ. പക്ഷെ അതികഠിനമായ തണുപ്പും പിന്നെ ഈ ഗാട്ടാലോപ്പിലെ ട്രാഫിക് ബ്ലോക്കും കാരണം ഞങ്ങൾക്ക് സർച്ച് വരെയാണ് എത്താൻ പറ്റിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളതാണ് സർച്ചു വില്ലേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാങ് കഴിഞ്ഞാൽ ഇവിടെ ഈ വഴിയിൽ നിൽക്കാൻ പറ്റുന്ന ഏക സ്ഥലം സർച്ചു ആണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റേ. ഇവിടെ ഒരിക്കലും നിങ്ങളൊരു ഹോട്ടൽ റൂമൊന്നും പ്രതീക്ഷിക്കരുത്. ഇവിടുത്തെ സ്റ്റേ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ചെറിയ ചെറിയ താൽക്കാലികമായിട്ടുള്ള ടെൻറ്റുകളാണ് ഇതെല്ലാം. ഒരു രക്ഷയില്ലാത്ത തണുപ്പായതുകൊണ്ട് തന്നെ രാവിലെ 6 മണിക്ക് എണീറ്റ് തന്നെ ഞങ്ങൾ വണ്ടി എടുത്തിറങ്ങി. ഇത് കാണുന്നതാണ് സർച്ചു വില്ലേജ്. നമ്മൾ ഇന്നലെ മണാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. മണാലി 158, റോത്തങ് 125. നമ്മളെ രാവിലെ കൊണ്ടുപോയിലാണ് ചായ കുടിക്കാൻ നിർത്തിയതാ. നമ്മുടെ വണ്ടി കാണിക്കാൻ ടെമ്പറേച്ചർ 0 ആണ്. ആകെ കളറൊക്കെ മാറി, ഓലൊക്കെ പറയും താടിയൊക്കെ മാറിച്ച്. ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. അവിടെ ഞങ്ങളിങ്ങനെ കൈ കഴുകാനൊക്കെ വെള്ളം നോക്കിയായിരുന്നു. ഇത് ഇന്നലെ അവർ ബക്കറ്റിലൊക്കെ ആക്കി വെച്ച് വെള്ളമൊക്കെ ഐസ് അയക്കണേ. ഇതവേ ഇതിന് ചുറ്റും കുറച്ച് സ്നോ ഒക്കെ ഉണ്ട്. ഈ റിവർ കണ്ടാ അറിയാം, അതിന് സൈഡിലൊക്കെ കുറച്ച് വെള്ളം കണ്ടോ. അപ്പൊ അതും കൊറേയൊക്കെ സ്നോ ആയിട്ടുണ്ട്. നമ്മള് നന്നായിട്ട് തണുപ്പുള്ള സ്ഥലം തന്നെയാണ്.
അതായത് നമ്മള് ആക്ച്വലി നമ്മൾ മല ഇറങ്ങാൻ ചെയ്തത്. കാർത്തുങ്ങളൊക്കെ ഞങ്ങൾ പേടിച്ചിരുന്നു കുറച്ചും കൂടി ധൈര്യം കൊണ്ട്. പക്ഷെ കടുതുങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് തണുപ്പാവും എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കടുതുങ്ങളൊക്കെ ഇറങ്ങി ലേറ്റ് മണാലി സ്റ്റാർട്ട് ചെയ്തപ്പോ കടുതുങ്ങളിൽ ആൾട്ടിറ്റ്യൂഡ് ഹൈ ആണെന്നുള്ളു, പക്ഷെ തണുപ്പ് അത്ര ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ ആൾട്ടിറ്റ്യൂഡ് കുറവാണ്, പക്ഷെ ഭയങ്കര തണുപ്പാ. ഇന്നലെ മൈനസ് വരെയൊക്കെ പോയിട്ട് ഞാൻ കാനഡയ്ക്കൊക്കെ മൂവ് ചെയ്യണം വിചാരിച്ചു, പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ പോയി. നമ്മുടെ കുട്ടാപ്പോ ഒരു കാര്യത്തിലല്ല എക്സ്പീരിയൻസ് ആയില്ലേ, ചൂട് മഞ്ഞ് അല്ലേ കുട്ടാപ്പോ? അപ്പൊ നമ്മള് വഴിയിൽ കണ്ട സ്ഥലത്ത് കുക്കിംഗ് ചെയ്യാൻ നിർത്തിയതാണ്. നമുക്ക് എന്തായാലും മണാലി പോയിട്ട് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. അപ്പൊ നല്ല സമയമൊക്കെ എടുത്ത് കുക്കൊക്കെ ചെയ്ത് പോകാന്ന് വെച്ചു. നമ്മുടെ കയ്യില് ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ ടേസ്റ്റി നിബിൾസിന്റെ കുറച്ച് പാക്കഡ് ഫുഡ് ഉണ്ടായിരുന്നു നമ്മളെ. അപ്പോൾ കുറച്ച് ബ്രെഡ് ആൻഡ് ചിക്കൻ കറി, പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കുന്നു. പക്ഷെ മെയിൻ അട്രാക്ഷൻ ഒന്നുമല്ല, ഈ ലൊക്കേഷനാണ്. വാവ്, മുകളിലൊക്കെ മഞ്ഞ്, താഴെ അടിപൊളിയൊരു പുഴ. വാവ്, സമയം ഏതാണ്ട് 9:30 ആയിട്ടേ ഉള്ളൂ. ആ മലയുടെ മുകളിലുണ്ടോ മഞ്ഞ്? വാവ്, നമ്മൾ ധ്യാനം അങ്ങനെ ഇറങ്ങി വന്ന് നമ്മുടെ വണ്ടി ഇതാ അവിടെ കിടക്കുന്നുണ്ട്. കുട്ടാപ്പ ബ്രെഡ് കഴിക്കുവാണ്. കുട്ടാപ്പ ബ്രെഡ് കഴിക്കുകയാണ്. ബ്രെഡും ചിക്കനും കഴിക്കും. തണുത്തിട്ട് നല്ല നല്ല തണുപ്പുണ്ടല്ലേ? വെള്ളത്തിന്റെ ഒരു കാറ്റ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. കവറിലാക്കി എടുത്തിട്ടുണ്ട്. അതെ, ഒരു വേസ്റ്റ് പോലും നമ്മളിവിടെ ഇടുന്നില്ല. അതെ, ഇത്ര സുന്ദരമായ സ്ഥലം നമ്മൾ വേസ്റ്റ് ഇട്ട് നശിപ്പിക്കരുത്. വാ, ഞങ്ങൾ ഇപ്പോൾ ദാർച്ച എത്തി. സർച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. സർച്ച ഒരു 15,000 ഫീറ്റിലായിരുന്നു തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം 11,000 ഫീറ്റ് താഴേക്ക് എത്തി. മണാലി എത്രയായിരുന്നു? 6,000. അപ്പോൾ നമുക്കിനി മണാലി എത്തണം. അത് 6,000 ഫീറ്റ് ഡൗൺ ആണ്. മോസ്റ്റ്ലി നമ്മൾ ഇത്ര നേരം ചെയ്തൊക്കെ ക്ലൈം ഡൗൺ ആണ്. കുട്ടു, നീ എവിടെയാണുള്ളത്? അപ്പോൾ നമ്മൾ കുറേ ഇറങ്ങി. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ലേന്ന് മണാലിയൊക്കെ വരുമ്പോൾ ഇന്നലത്തെ ഫുൾ റൂട്ട് വെറും കല്ല് മാത്രമുള്ള മലകളായിരുന്നു. ഇപ്പം ജസ്റ്റ് പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങി. ഇതാ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെറൈനായി തുടങ്ങി. മഞ്ഞുണ്ട്, നല്ല നല്ല മരങ്ങളും ഉണ്ട്.
അടൽ ടണലിന്റെ അടുത്ത് 500 മീറ്ററിൽ അടൽ ടണൽ കൊണ്ട് കാണിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി പോണായിരുന്നു. ഇപ്പൊ അടൽ ടണൽ വന്നോണ്ട് നമുക്ക് ഒരുപാട് അല്ലേ നമ്മളിനി അങ്ങനെ ഇറങ്ങി പോകില്ലല്ലോ, അത് കാര്യമില്ല. ഇത് ഡിസംബറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫുൾ മഞ്ഞോട് ലോക്ക് ചെയ്തിട്ട്. എൻട്രി ചെയ്യാൻ പോവാണ്. നമുക്ക് അപ്പുറത്ത് ഫോട്ടോക്കല്ലേ. സ്പീഡ് 40. ലേ മനാലി ഹൈവേ മുന്നേ റോത്താങ് പാസ് വഴി എടുത്തിരുന്ന ദൂരം എന്ന് പറയുന്നത് 116 കിലോമീറ്ററാണ്. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ പോലും 5-6 മണിക്കൂർ വണ്ടി ഓടിക്കേണ്ടി വന്നായിരുന്നു. അടൽ ടണൽ വന്നതിന് ശേഷം ഇത് 78 കിലോമീറ്റർ ആയിട്ട് കുറയുകയും ചെയ്തു. അതുപോലെ തന്നെ 3 മുതൽ 4 മണിക്കൂർ വരെ യാത്രാ സമയം കുറഞ്ഞു. 9 കിലോമീറ്റർ നീളമുള്ള ഈ തുരങ്കം 3200 കോടി രൂപ ചെലവാക്കി ബ്രോ ആണ് നിർമ്മിച്ചത്, അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഇന്ന് ഇത് അറിയപ്പെടുന്നത്. റോഹ്താങ് പാസിന്റെ താഴെ കൂടെ പോകുന്ന ടണലായതുകൊണ്ട് റോഹ്താങ് ടണൽ എന്നും അറിയപ്പെടുന്നുണ്ട്. 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തുരങ്കം ഉദ്ഘാടനം ചെയ്ത് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തു. അങ്ങനെ നീണ്ട 9 കിലോമീറ്ററിന്റെ ടണല് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഫ്രണ്ടിലൊരു ടിപ്പർ പോലത്തെ എന്തോ വണ്ടി പോകുന്നുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈ സ്പീഡിലാണ്, 20. ശരിക്കും 15 മിനിറ്റില് കവറാവേണ്ട സാധനമാണ് അല്ലേ. ഫ്രണ്ടിലെ വണ്ടിയിലൊക്കെ എടുത്ത് സൈക്കിൾ റൈഡ് പോകുന്നതായിരിക്കും. നമ്മളിങ്ങനെ ഒരുപാട് പേരെ കണ്ടു, സൈക്കിളിൽ പോകുന്നവർ, നടന്നു പോകുന്നവർ. കുറെ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു ലഡാക്കിലെ ഹിൽസ് ഒക്കെ സൈക്കിളിൽ കയറുന്ന സമയത്ത്. നമ്മൾ വണ്ടി തന്നെ കാറിലെ കഷ്ടം. ബൈക്കിൽ പോകുന്നവരും ശരിയാണ് കേട്ടോ. ഞാൻ പലവട്ടമായിട്ട് പറയുന്നത് എനിക്ക് സംശയമുണ്ട്. ബൈക്കിൽ പോകുന്നവരെ സമ്മതിച്ചേ പറ്റുള്ളൂ, പൊടിയും തണുപ്പും. അങ്ങനെ നമ്മൾ അടൽ ടണലിന്റെ പുറത്തിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ വെളിച്ചം, ഒരുപാട് വെളിച്ചം വന്ന പോലട്ടല്ല. അപ്പോൾ നമ്മൾ അടൽ ടണലിന്റെ ഇപ്പുറത്തെ സൈഡിലെ എൻട്രിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടില്ല, അതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി നമ്മുടെ വണ്ടി നടക്കുന്നത്. വണ്ടിയിലൊക്കെ ഫുള്ള് ചളിയാണ് കേട്ടോ. കുട്ടാപ്പു ഇപ്പൊ എവിടെയുള്ള ലോങ്ഗസ്റ്റ് ടണലിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, അങ്ങ് മലമുകളിൽ മഞ്ഞ കാണാൻ കേട്ടോ. പക്ഷെ താഴെ ഇവിടെ അത്ര തണുപ്പില്ല അല്ലേ, അത്ര തണുപ്പില്ല. നമ്മൾ അടൽ ടണലിന് ഇതെന്താ ബേൽപൂരി, അങ്ങനെ ഒരു ചാട്ട്. ഒരു ചാട്ട് പറഞ്ഞത് മാംഗോ കൊള്ളാം. നമ്മള് ആക്ച്വലി ലേലും ലഡാക്കിലും കണ്ട പോലത്തെ കാഴ്ചകളല്ല ഇവിടെ. കുറച്ചുകൂടി നല്ല രസമുണ്ട് കാണാൻ. അവിടെ അങ്ങനെ മടുപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അല്ലേ. അതായത് ഒരേ തരത്തിലുള്ള മലകള്, ഇവിടെ നല്ല ഗ്രീനറി ഉള്ള മലകള് അല്ലേ കുട്ടാപ്പു. മണാലിയുടെ കാഴ്ചകളും ബാക്കി വിശേഷങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. So this is Mall Road in Manali. Wow. Shop is